ബ്രൈഡൽ ലുക്ക് അധികം ലൗഡ് ആവാനും പാടില്ല, എന്നാൽ ലൈറ്റ് ആവാനും പാടില്ല. അതായത് ബ്രൈഡൽ ലുക്ക് ഒരുപാട് ഓവർ ആയിട്ട് അങ്ങോട്ട് ഹെവി ആയി കഴിയുമ്പം നിങ്ങളല്ലാത്ത ഒരു ഫീലിംഗിലേക്ക് വരും. അതേപോലെ തന്നെ ഒരുപാട് ലൈറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രൈഡ് ആണോ അതോ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ഫീലിലേക്കും വരും. അപ്പൊ അത് രണ്ടും ആവാതെ എങ്ങനെ ബാലൻസ് പ്രൊപ്പോർഷൻ ചെയ്ത് പോവാന്നുള്ളതാണ് ഒരു ബ്രൈഡൽ ലുക്കിനെ കംപ്ലീറ്റ് ആക്കുന്നത്. അങ്ങനെ ഒരു ബ്രൈഡൽ ലുക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് ഒരിക്കലും ബ്രൈഡൽ ഡ്രസ്സ് കൊണ്ട് മാത്രം അതാവില്ല. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു ക്ലോസ് നെക്ക് ചൂസ് ചെയ്യുന്ന ഒരു ബ്രൈഡ്, ക്ലോസ് നെക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ എംബ്ലഷ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ വരും. പിന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു ചോക്കറോ ഒരു ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു നെക്ക് പീസോ വെയർ ചെയ്താൽ ദ കംപ്ലീറ്റ് ലുക്ക് അതിൻ്റെ അകത്ത് സ്പോയിൽ ആവും. അവിടെയാണ് ഈ പ്രൊപ്പോർഷൻ നമ്മൾ മിസ്മാച്ച് ആയി പോകുന്നത്. അതിന്റെ ബാലൻസ് അവിടെ പോവുകയാണ് ചെയ്യുന്നത്. പ്രൊപ്പോർഷൻ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് ഒരിക്കലും ഔട്ട്ഫിറ്റ് കൊണ്ട് മാത്രമല്ല, നിങ്ങളൊരു ബ്രൈഡൽ ഔട്ട്ഫിറ്റ് ഡിസൈഡ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് ജ്വല്ലറിയാണ് വെയർ ചെയ്യുന്നതെന്ന് ഡിസൈഡ് ചെയ്യണം. അപ്പോൾ തന്നെ പ്രോപ്പറായിട്ട് യു ഷുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഏത് കൈൻഡ് ഓഫ് മേക്കപ്പ് ആണ് അവർ പോകാൻ ഉദ്ദേശിക്കുന്നത്, അതിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഡിസൈൻ ആയിരിക്കണം നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഈ ഒരു ബാലൻസ് ആണ് നിങ്ങളുടെ വെഡ്ഡിംഗ് ഡേക്ക് ആ ഒരു എലഗന്റ് ലുക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്.